ഞാൻ കുറേ കാലത്തിന് ശേഷം വീണ്ടും ബോംബെ റൂട്ടിലേക്ക് ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ലോഡാ, അത് ATM മെഷീനാണ്. അതുകൊണ്ട് ഇങ്ങനെ ബോംബെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറെക്കുറെ റോഡ് പണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. കുറേ ഒരു 80% കഴിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത. കുറേ ഇങ്ങോട്ട് വന്നിട്ട് ഓൾറെഡി നമ്മൾ ചെന്നൈ ബാംഗ്ലൂർ മാത്രമേ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ബോംബെയിലേക്ക് വീണ്ടും ഒരു ലോഡ് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉള്ള സ്ഥലം നമ്മളെ ബെൽഗാവെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നത്. ഓടാനുണ്ട്. 1500 കിലോമീറ്റർ ബോംബെയിലേക്ക് ഓടാനുണ്ട്. ഞാൻ ആദ്യം വരുമ്പോൾ ഈ 2 ലൈനുണ്ട്. ഈ 3ാമത്തെ ഒരു ലൈന് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ചേർത്തതാണ്. എല്ലാം ഓപ്പണായി. നോക്കാം മുന്നോട്ടേക്ക് ഇനി എന്തുണ്ട് അവസ്ഥ എന്നറിയില്ല. ചോറെല്ലാം വെച്ച് നേരത്തെ രാവിലെ എണീച്ച് ചായ കുടിച്ചു, ചോറുണ്ടാക്കി വെച്ചു. അങ്ങനെ വണ്ടി എടുത്ത ഓപ്പണായി കേട്ടോ. സർവീസ് റോഡാണ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കാണുന്നത്. ഇത് മെയിൻ റോഡ്. അവിടെ ഒരു പാലം വരുന്നുണ്ട്. അതുകൊണ്ട് U-ടേൺ അടിക്കുന്നത്. സർവീസ് റോഡിലൂടെ പോയി മേലെ നിന്ന് U-ടേൺ അടിക്കാം. ഇവിടെ ഹൈവേ അടിയിലും സർവീസ് റോഡ് മുകളിലാണ് വരുന്നത്. കാരണം വെച്ചാൽ മേലെ ചെറിയൊരു ടൗൺ ഉണ്ട്. ആ ടൗണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ താഴത്തെ ഇങ്ങനെ റോഡാക്കിയത്. സെറ്റാണ് കേട്ടോ റോഡ്. പൊളിച്ച് ഇത് മൊത്തം പണിയിടുന്ന് കഴിഞ്ഞാൽ സുഖമാണ് ബോംബെ തൊട്ടെ. ഇവിടുന്ന് ഞാൻ നിപ്പാണി, അതായത് ബോർഡർ കഴിഞ്ഞിട്ട് എന്തുണ്ടെന്ന് അവസ്ഥ അറിയില്ല. കർണാടക ബോർഡർ കഴിഞ്ഞ് മഹാരാഷ്ട്ര കയറി കഴിഞ്ഞിട്ട് ഫുള്ള് റോഡ് പണിയായിരുന്നു. എന്താണെന്ന് അറിയില്ല. പോകുമ്പോൾ തിരിയും നോക്കാം. ഇതാണ് നിപ്പാണി ഇറക്കം. ഇത് കുഴപ്പമില്ലാത്തൊരു ഇറക്കമാണ്. ഇവിടുത്തെ റോഡ് പണി തീർന്നില്ല. ഇത് തീരണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. പാറയല്ല, കുറച്ച് ഡേഞ്ചറസ് സ്ഥലമാണ്. ഇതാണല്ലോ ഒരു വണ്ടി മുമ്പിട്ടിട്ട്. ഇത് ഗ്ലാസ് വണ്ടിയാണ്, ഫുള്ളോട് ഗ്ലാസ്സാണ്. ഡ്രൈവറൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. എൻ്റെ കോലം കാണുന്നത് ഗ്ലാസ് മൊത്തം വന്ന് ക്യാബിനില്ല. ഈ പാലാണ് റെഡി ആവേണ്ടത്. ഇതൊരു 3-3.5-4 കിലോമീറ്ററോളം നീളമുണ്ട്. ഇതാ റോഡ് ഇവിടെ എത്തി. ആ പാലം ശരിക്കും ഒരു 3-4 നില ഹൈറ്റിൻ്റെ 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുണ്ട്. ആയി അത് ഏറെക്കുറെ ഒരു 70% പണി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ ചോരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഡീസൽ അടിക്കണം. നമുക്കിവിടെ ക്രെഡിറ്റ് പമ്പുണ്ട്, ഒരു ഇന്ത്യനുണ്ട്. അവിടെ കയറി കമ്പനിയിൽ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ഇടും. കാണുന്ന പമ്പിലാണ് കയറേണ്ടത്. അവിടുന്ന് ഫുൾ ടാങ്ക് അടിക്കണം. ഇനി ഡീസൽ തിരിച്ച് ബോംബെ പോയി ഇറക്കി ലോഡെടുത്ത് തിരിച്ച് ഇവിടെ വന്നിട്ടാണ് പിന്നെ ഒരു ഫുൾ ടാങ്ക്. കർണാടകത്തിലാണ്ട് ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് ബോംബെയിലേക്ക് പോകാറുള്ളൂ. ഇതാണ് പമ്പ്.
കേരളം. ഇത് നമ്മളൊരു കമ്പനി വണ്ടിയാണ്. ഞാൻ ഒപ്പരാന്ന് ATM വഴി ATM ചെന്നൈയിൽ നിന്ന്. ഇങ്ങനെ പമ്പിലെത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഒരു വണ്ടി ഡീസൽ ഇറക്കുന്നുണ്ട്, അത് ഇറക്കി കഴിഞ്ഞിട്ട് അടിക്കാൻ പറ്റും. ഡീസലിലടിച്ച് അവിടുന്ന് വണ്ടി എടുത്ത് അങ്ങനെ ഇനി അടുത്തത് RTO കർണാടക ബോർഡർ. അപ്പോൾ സമയം എത്രയായി? സമയം ഇപ്പോൾ 3:30, 3:45. ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്ര എല്ലാം റോഡ് പണി, അവിടെ നിർത്താൻ ഒരു ഏരിയ ഉണ്ടാവില്ല. ഇതിപ്പോൾ കരിമ്പും തോട്ടമാണ്, കരിമ്പെല്ലാം കൊത്തിയെടുത്തു, രണ്ടാമത് ഉണ്ടാക്കണം. ഇതിങ്ങനെ ഇത് കറി, ഇത് ചോറും തോരനാക്കി. ഇതിങ്ങനെ കെട്ടി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഓട്ടത്തിൽ അടപ്പ് നിൽക്കുമല്ലോ, തെറിച്ചു പോകും. അപ്പോൾ ഇത് കെട്ടിയൊരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് അവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഗുഡൻസ്. ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് സോയാബീൻ, വെണ്ടക്ക വറവ്, ചോറ്, അച്ചാറില്ല, അച്ചാർ തീർന്നു. ഇപ്പം അധികം സോയാബീൻ ആക്കല്, സോയാബീനൊരു ഭ്രാന്തായിട്ടുണ്ട്. അത് കുറച്ച് ദിവസം നമ്മൾ റെഡിയാവും. അപ്പം അടുത്ത ചോറൊന്നും എൻ്റെ അടുത്ത വീട്ടിലൂടെ അടിപൊളി. എല്ലാ സമയമൊന്നും ഈ അടിപൊളി കിട്ടില്ല, ചിലപ്പോൾ ഓമ്പിപ്പോവും. എന്തായാലും കഴിക്കും. നല്ല മല്ലിയെല്ലാം വറുത്തിട്ട് ചിക്കൻ വെക്കുന്നവരെ വെച്ചാൽ കുഴപ്പമില്ല. ചോറ് വെച്ചാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വണ്ടി എടുത്തു. ഫസ്റ്റ് ബോർഡറായ കർണാടക അതങ്ങ് പാസ്സായി. അതായത് കർണാടക ഉണ്ട്. ഇനി അടുത്തത് കയറാൻ പോകുന്നത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര വേപ്പറിച്ച് അടക്കൂല, ടോൾ ബൂത്ത് പോലത്തെ ഒരു സംഭവമാണ്. അയ്യോ നല്ല ജാമാണല്ലോ. 2 കിലോമീറ്റർ ജാമുണ്ട്. ചായ കുടിക്കണം. നല്ല റോഡ് കയറിയിട്ട് കുടിക്കാതെ വെച്ചിട്ടാ. കാലെല്ലാം ചെറിയൊരു വേദന വന്നിട്ടുണ്ട്. ചായയെല്ലാം കുടിച്ചൊന്ന് സെറ്റായാൽ ഒരു ഈച്ച് അങ്ങ് എത്തണം. ഈ ട്രാഫിക്കിൽ കാറ് കയറാൻ നല്ലോണം ശ്രദ്ധിക്കണം. ഈറ്റളി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുത്തി കയറ്റും, കാണൂല നമുക്ക്. കുണ്ടൊക്കെ ഒരു കാറുണ്ട്. അങ്ങനെ നമ്മളെ റോഡ് പണിയെല്ലാം ഏതാണ്ട് സർവീസ് റോഡെല്ലാം കഴിഞ്ഞ്. ഇതാണ് ഞാൻ ആ കഴിഞ്ഞ ബോംബെയിലേക്ക് വരുമ്പോൾ ഈ ടണലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായി. ഇതിപ്പോൾ ഓപ്പണായി. അയ്യ പൊളിച്ച്. ഇത് ഓപ്പണായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്. ഇത് അത്രയായിട്ടും ഞാൻ കഴിഞ്ഞ മാസം വന്നായിരുന്നു ട്രിപ്പ്. അയ്യ 1 കിലോമീറ്റർ 300 മീറ്റർ ഉണ്ട് ഇത്. ആ പൊളിച്ച്. ഇതിൻ്റെ മുകളിലായിരുന്നു മറ്റൊരു ചെറിയൊരു തരംഗം. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇത്
ബോംബെ കണ്ടാളെ ഒരു ചുരം കൂടി ഉണ്ട്, അതും കൂടി ഓക്കെ ആയി കേട്ടോ. ഒരു കിലോമീറ്റർ 300 മീറ്ററും. സെറ്റ്, ഒന്നും പറയാനില്ല, ഒരു വസ്തു പറയാനില്ല. ഇതൊക്കെയാണ് വികസനം. ഓ എടാ, ഈ ഇപ്പൊ പോകുന്നത് വലിയൊരു മലേൻ്റെ ഒരു ഹൈറ്റിലൊരു പാലാ. ഇതെങ്ങനെ നോക്കിയാലൊരു 5-8 നിലേൻ്റെ ഹൈറ്റ് ഉണ്ടാവും. ഇത് വൺ സൈഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ കേട്ടോ, തിരിച്ച് ഡബിൾ സൈഡ് ഓപ്പൺ ഇല്ല. ഡബിൾ സൈഡ് മറ്റേ ചുരം കയറി പോകണം, വേള ചുരം. അങ്ങനെ നമ്മളെ പൂനെയൊക്കെ പാസ്സായി ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ കയറി. പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ. ഇനി എത്ര കിലോമീറ്റർ അല്ലേ? 1 മണിക്കൂർ 2 മണിക്കൂർ 89 കിലോമീറ്റർ. അതിൻ്റെ അകത്ത് വലിയൊരു ചുരമുണ്ട്. അങ്ങനെ ഇങ്ങനെ പോകുന്നു. 2:30 ആകുമ്പോൾ എത്താനാന്ന് വിചാരിച്ചത്, എത്തില്ല. കാരണം വെച്ചാൽ ഉറക്കം വന്നിട്ട് കുറച്ച് സമയം ഒന്ന് സൈഡാക്കിയായിരുന്നു. ഒരു 10 മണിക്ക്. പിന്നെ പൂനെയെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെ എക്സ്പ്രസ് ഹൈവേയിലെ ടണല്, നേരത്തെ ടണല് അടിപൊളിയല്ലേ? എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാൽ അറിയോ. ഇനി ഈ റോഡിൽ ഒരു പുതിയൊരു ടണൽ വരുന്നുണ്ട്. കണ്ടാളാ ചുരം ഒഴിവാക്കിയിട്ട് ഫുള്ള് അണ്ടർഗ്രൗണ്ടിൽ. എക്സ്പ്രസ് നല്ല തിരക്കുണ്ട്, എല്ലാം വലിയ വണ്ടികളുണ്ട്. കണ്ടാള പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേ ഓടിക്കൊണ്ടിരിക്കുന്നു. സമയത്തിനായി 2:30 മണിയായി. ഇത് ചുരം കയറാനുള്ള വണ്ടിയാണ്. ഈ സമയത്ത് അത് 10 മണി തൊട്ട് ട്രാഫിക് ഓടും. ഇത് രാവിലെ ഒരു 7 മണി വരെ ഉണ്ടാവും ഇതേ കളി. രക്ഷയില്ല. ഉറക്കൊന്നിട്ടാണെങ്കിൽ അതിൻ്റെ അപ്പുറം വിശക്കണുണ്ട്. ബ്ലോക്കിലെല്ലാം പെട്ട് മേലെത്ത് നോക്കില്ലേ, കാലൊന്നും ഉണ്ടാവില്ല. വയസ്സിന് പെട്ടത് എങ്ങനെയായിട്ട് പാർക്കിങ്ങിലെത്തി. ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. സമയത്ത് 4:19. എന്നാൽ പിന്നെ എല്ലാവരും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.